ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 1 എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് സ്ട്രാറ്റജി 2, അതായത് പേപ്പർ 2 എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ KPSM മെത്തേഡാണ് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നത്. KPSM എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ്. ഈ പറയുന്ന എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കിയ മെത്തേഡ് ആയതുകൊണ്ട് അതിനെ കിരൺസ് PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കാവുന്നതാണ്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഓക്കെ, ഈ ചാനലിലെ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ KPSM മെത്തേഡ് ഫോർ ഡിഗ്രി സെപ്പറേറ്റ് ആയിട്ടും KPSM മെത്തേഡ് ഫോർ 10th +2 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിഗ്രി ആണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ കാര്യത്തേക്ക് പോവാം. ഓക്കെ, സിലബസിൽ ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റുമാണ്. ഓക്കെ, സോ രണ്ടിനും നമുക്ക് 10 മാർക്കാണ് ഉള്ളത്. ഇതൊരു റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഒരു PSC പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ടോപ്പിക് ഒന്നും അല്ല പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി കൊമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ BBA, BCom, അതേപോലെ +2 കൊമേഴ്സ് എടുത്ത ആളുകൾ, എല്ലാവർക്കും ഈ ഒരു ഭാഗം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഭാഗമായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി അൺഫെമിലിയർ ആയിരിക്കും. പഠിച്ചാൽ കിട്ടാത്തൊന്നും അല്ല, പക്ഷെ കുറച്ചുകൂടി അൺഫെമിലിയർ ആയിരിക്കും. ഇതാണ് കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഇത് പഠിക്കേണ്ടത്? ഫിലിപ്പ് കോട്ടന്റെ ഒരു ബുക്ക് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ NCERTയുടെ +1 +2 ബുക്ക് ഉണ്ട്. ഫിലിപ്പ് കോട്ടന്റെ ബുക്ക് നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. NCERTയുടെ +1 +2 ബുക്സ് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അതൊന്നായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫൈൻ. ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിലിപ്പ് കോട്ടന്റെ ബുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വായിച്ച് നോക്കാവുന്നതാണ്. ഈ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക? ഓക്കെ, 10 ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ സിലബസ്. ഓക്കെ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അതൊന്നൊരു ഫാക്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ്, തിയറീസ്, ക്ലാസിക്കൽ ബിഹേവിയറൽ തിയറി ഒരു സ്റ്റേറ്റ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അനാലിസിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അനാലിസിസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓരോ ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻ തരും, അവ എങ്ങനെയാണ് ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തിയെ, ഒരു ആളെ കുറിച്ചുള്ള പ്രോബ്ലം ആണെങ്കിൽ അവർ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഇതിൽ തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിന്നെ ഓർഗനൈസേഷൻ കൾച്ചറൽ മാനേജ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിരിക്കും. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിരിക്കും. ലീഡർഷിപ്പ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ വരുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ വരുന്നതായിരിക്കും. അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ വരുന്നതായിരിക്കും. ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റൻ ഉണ്ടാവുക. അപ്പൊ ഇത് കാണുന്ന എല്ലാവരും സാർ ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ വരുന്നതാണ് എഴുതിയിരിക്കുന്നത്. അതന്നെയാണ് എനിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലും പറയാനുള്ളത്, അല്ല മാനേജ്മെന്റിലും പറയാനുള്ളത്. ഓക്കെ, മാനേജ്മെന്റിലാണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്നൊരു ഫാക്ട് ക്വസ്റ്റ്യൻ, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് അനാലിസിസ് ക്വസ്റ്റ്യൻ, മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ് ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻ, മാനേജ്മെന്റ് ഫംഗ്ഷൻ ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ്, TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻ, ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ ഒരു സ്റ്റേറ്റ്മെന്റ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ദിസ് ചലഞ്ചസ് ഫോർ മാനേജേഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് അതൊന്ന് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, 2 സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയി പഠിക്കണം, ഒന്നും നമുക്ക് വിടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഈ 2 സബ്ജക്റ്റും കൂടി ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കേരള എക്കണോമി കേരള മോഡലിൽ 30 മാർക്ക് ഉണ്ട്, അത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാരണം എല്ലാം കൂടി പഠിച്ചു തീർക്കാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ, ഒരു ഹെവി സബ്ജക്റ്റും ഒരു ലൈറ്റ് സബ്ജക്റ്റും കൂടിയാണ് പഠിക്കേണ്ടത്. ഹെവി സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റും, ലൈറ്റ് സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ സബ്ജക്റ്റ് കുറെ കൂടി വിടാൻ പറ്റുക, അതായത് ഫുൾ ആയിട്ട് പഠിക്കാണ്ടാത്ത സബ്ജക്റ്റും കൂടി എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിലായിരിക്കും. നമുക്ക് ആ പ്രിലിംസിന്റെ റിസൾട്ട് വരട്ടെ. പ്രിലിംസിന്റെ റിസൾട്ടിന്റെ ഉള്ളിൽ നമ്മൾ ടൈം ടേബിളിൽ
പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന ഒരു ഹെവി സബ്ജക്ട് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഭരണഘടനയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ 12 മാർക്ക് ഉണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് പഠിക്കാനാണെങ്കിൽ ഒരു വർഷം ഇതന്നെ പഠിക്കാനുള്ള അത്രയും ടോപ്പിക്സ് ഒന്നുണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് മൊത്തം പഠിച്ചു തീർക്കാനൊന്നും പറ്റില്ല. ഓക്കെ സർ, പഠിക്കണ്ട, ഇത് മൊത്തം പഠിക്കണ്ട, ഇത് നിങ്ങളുടെ ടൈം കോസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ടൈം ടേബിളിൽ നമ്മുടെ KPSM മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് തരും. ഇതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ടോപ്പിക്സ് തരും. ഓക്കെ അല്ലേ? അത് മാത്രം പഠിക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫാക്ട് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ കോഡയാണെന്ന് വിചാരിക്കും. ഓക്കെ, ആദ്യം അവർക്ക് വരാൻ പോകുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും ആയിരിക്കും. അവരാകെ ഞെട്ടിയിരിക്കുകയായിരിക്കും. കാരണം ഇതൊന്ന് മൊത്തം സ്റ്റേറ്റ്മെന്റും അനാലിസിസ് ഒക്കെ ഒന്ന് ആകെ ഞെട്ടിയിരിക്കുകയായിരിക്കും. ഓർഡറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ പോകാൻ പോകുന്ന ഭാഗമാണ് ഏത് ആക്ച്വലി ഭരണഘടന. അവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവുക. കുറച്ച് ഫാക്ട് ക്വസ്റ്റിനെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇന്ത്യയുടെ പ്രിയാമ്പിൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഓക്കെ, ആർട്ടിക്കിൾ 18 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുറച്ച് നമുക്ക് സമാധാനമായിരിക്കും. ഓക്കെ, സോ ഞാൻ ഫാക്ട് എന്നാണ് ഈ ഭാഗത്തുനിന്ന് പറയുന്നതെങ്കിൽ ഫാക്ട് പഠിക്കുക. ഓക്കെ, ബേസിക് ആയ കാര്യങ്ങളും PYQ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഡീറ്റെയിൽ ആയി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽ ആയി പഠിക്കില്ല. ഒന്ന്, നമ്മൾ ഇതൊന്ന് ടോപ്പിക് സെലക്ട് ചെയ്യും. ഓക്കെ, രണ്ട്, എല്ലാ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടൈം ടേബിളിൽ എഴുതിയിട്ടുള്ള ടോപ്പിക് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡീറ്റെയിൽ ആയി പഠിക്കുള്ളൂ. ഇല്ലാത്ത ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യും, ഫാക്ട് ആയിട്ട് പഠിക്കും. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. ഓക്കെ, നമ്മൾ സ്മാർട്ട് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ല? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഏതെങ്കിലും ഫാക്ട് എന്ന് എഴുതിയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ 1, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 1, ഇത്രയല്ലേ എഴുതിയിട്ടുള്ളൂ. ബാക്കി എല്ലാം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡിലല്ലേ. അപ്പൊ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഭാഗമല്ല ഈ ഭാഗം എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായോ? അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതേപോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറയ്ക്കുന്നു. സെയിം സംഭവമാണ്. മുഴുവൻ പഠിക്കേണ്ട കാര്യമില്ല. ഏത്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ 8 മാർക്കാണ്. 8 മാർക്കിന് വേണ്ടി ഇത് മൊത്തം പഠിക്കാൻ പോയാൽ എന്ത് ചെയ്യും, നമുക്ക് പണി കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ ടോപ്പിക്സ് ടൈം ടേബിളിൽ ടോപ്പിക്സ് തരും, അത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. ഫാക്ട് ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ബേസിക് ആയ ക്വസ്റ്റ്യൻ പഠിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എഴുതിയിരിക്കുന്നത് മാത്രം എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റിലീഫ് ഉണ്ടാവും. ചില ഫാക്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്താണ് സോഴ്സ്? ലക്ഷ്മികാന്തിന്റെ നോട്ട്സ്. ഓക്കെ, ലക്ഷ്മികാന്തിന്റെ ബുക്ക് ഉണ്ട്, അദ്ദേഹത്തിന്റെ നോട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടത്. അത് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഒരുപാട് സോഴ്സ് നോക്കാനുള്ള ടൈമൊന്നുമില്ല മക്കളെ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. നെക്സ്റ്റ് ആണ് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്. 15 മാർക്ക്. ഇതാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ അല്ലേ? കാരണം ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് റിപ്പോർട്ടും പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ടും ഫിനാൻഷ്യൽ റിപ്പോർട്ടും ആയിരിക്കും. 2023 മുതൽ 25 വരെ. അതവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് സർവീസ് സെക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, മൈഗ്രേഷൻ എന്താ ഉള്ളത്, ടൂറിസത്തിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താ, ഓക്കെ, നോളജ് എക്കണോമി എന്താ, പോവർട്ടി, ഇൻഇക്വാളിറ്റി, ജെൻഡർ ഗ്യാപ്പ് എന്താ, അതിന്റെ റേഷ്യോ എന്താണ്, ഏജിംഗിൽ കേരളം എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ടോപ്പിക്സ് ആണ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഇതാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് റിപ്പോർട്ടും പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ടും ഫിനാൻഷ്യൽ റിപ്പോർട്ടും ആണ്. ഇതാണ് പഠിക്കാനുള്ളത്. ഇത് എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ എത്തിന്ന് വരില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്ന, അത് നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ത് ചെയ്യണം, പഠിക്കണം. ഡീറ്റെയിൽ ആയി പഠിക്കണം. കാരണം ഇവിടെ ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ, 15 മാർക്ക് ഉണ്ട്. ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ, 15 മാർക്ക് ഉണ്ട്. 15 30 മാർക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, പ്രിലിംസ് റിസൾട്ട് വരുന്ന നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പഠിച്ച് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ റിവിഷനെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. നെക്സ്റ്റ് പാർട്ടാണ് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിൽ മൊഡ്യൂൾ 7 ഉണ്ട്, മൊഡ്യൂൾ 8 ഉണ്ട്. മൊഡ്യൂൾ 7 10 മാർക്കാണ്, മൊഡ്യൂൾ 8 10 മാർക്കാണ്. ഇതാണ് രണ്ടെണ്ണം നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഈ എൻവയോൺമെന്റിൽ മൊഡ്യൂൾ 1 ഞാൻ തിയറി പാർട്ടെന്നും മൊഡ്യൂൾ 7 ഞാൻ തിയറി പാർട്ടെന്നും മൊഡ്യൂൾ 8 ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കാരണം മൊഡ്യൂൾ 8 മൊത്തമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള കാര്യമാണ്. മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് എൻവയോൺമെന്റും ക്ലൈമറ്റിനെ കുറിച്ചുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ തിയറി പാർട്ട് എന്ന് വിളിക്കുന്നു. അതിൽ നിങ്ങൾ NCERT ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാട്ടിക് സിസ്റ്റംസ്, ഓക്കെ, അത് പറയുന്നതിനേക്കാളും നല്ലത് SCERT
റിവേഴ്സ് ഓഫ് കേരളയും നാഷണൽ പാർക്ക് ഓഫ് ബയോഫിയർ റിസർവ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. ഇവിടെ ഈ സിലബസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇടയിൽ റിവേഴ്സ് ഓഫ് കേരള ഉണ്ട്, അതേപോലെ നാഷണൽ പാർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഇൻ കേരള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം കുറെ തിയറീസ് ആണ്. ഓക്കെ, ആ തിയറീസ് ഉള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ NCERT പഠിക്കുക. ഓക്കെ, ഈ റിവേഴ്സ് ഓഫ് കേരള, നാഷണൽ പാർക്ക് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്, അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ എവിടെ നിന്ന് പഠിക്കുക, SCERT പഠിക്കുക. അപ്പൊ 2 സോഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ട്. ഓക്കെ, ഏതിനാണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള എന്തായിട്ടുണ്ട്, ഒരു സംഭവമായിട്ടുണ്ട്. 10 മാർക്കാണ്. എല്ലാം ഒന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന ആക്ച്വലി കുറെ ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പഠിക്കുക. ഓക്കെ, കാരണം ഈ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് അഫെയർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്നുള്ള ഭാഗം ഉണ്ടെന്ന് വിളിക്കൂ, അതിൽ പൊല്യൂട്ടഡ് സിറ്റീസ്, ഡർട്ടിയർ സിറ്റീസ് ചോദിച്ചൂടെ? ഓക്കെ അല്ലെ? ഇന്ത്യയിലാണ് 20 സിറ്റീസിൽ 12 സിറ്റീസും ഇന്ത്യയിലാണുള്ളത്, 13 സിറ്റീസ് ഇന്ത്യയിലാണുള്ളത്. ഓക്കെ, ഇന്റർനാഷണൽ നാഷണൽ ഓർഗനൈസേഷൻസ്, ഓക്കെ, UNEP പരിപാടി എന്താ, അവരുടെ എൻവയോൺമെന്റൽ ഡേ എവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, എന്താണ് സ്ലോഗൻ, ഗ്ലോബൽ വാർമിംഗിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള എന്താ പറയാ വാതകം ഏതാണ്, ഓക്കെ, COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ് മീറ്റിംഗ് എവിടെയാണ് നടക്കുന്നത്, ഓസോൺ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ എന്ത് ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, ഓക്കെ, പുതിയ പാരീസ് അഗ്രിമെന്റ് 2015 വരെ എന്താ നടക്കുന്നത്. ഒരുപാട് കറണ്ട് അഫെയറിന് പോസിബിലിറ്റി ഉള്ള ഒരു ഭാഗമാണ് നമ്മുടെ തിയറി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിരിക്കും കൂടുതലായിട്ട് ഈ ഭാഗത്തുനിന്ന് പഠിക്കുക. അതിനുശേഷം ഇവിടെ ഈ തിയറി പാർട്ടിൽ ഏതൊക്കെ പഠിച്ചാൽ മാർക്ക് കിട്ടും, ആ മാർക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ മൊത്തം സിറ്റുവേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത മൊഡ്യൂളാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. 10 മാർക്കാണ്. ഞാൻ സിലബസ് മൊത്തമായി വായിക്കുന്നില്ല. സിലബസിൽ നമുക്ക് ഇതിന്റെ എന്ത് വന്നിട്ടുണ്ട്, സോഴ്സ് വന്നിട്ടുണ്ട്. ആ സോഴ്സ് ആണ് ഇവിടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നാണ് സോഴ്സ്. ആ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്താണ് അതിന്റെ പരിപാടി, എന്താണ് റെസ്പോൺസ്, എന്താണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം, എന്താണ് മെഡിക്കൽ കെയർ, എല്ലാം അതിലുണ്ട്. എന്താണ് നാഷണൽ പോളിസി, എല്ലാം അതിലുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നോക്കണം, അതിന്റെ പേരാണ് ഗവൺമെന്റ് വെബ്സൈറ്റ്. കേരളത്തിന്റെയും സെൻട്രലിന്റെയും, അതായത് യൂണിയന്റെയും, ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരളത്തിന്റെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് വെബ്സൈറ്റ് ഉണ്ട്. അവിടെ എന്തൊക്കെ നടക്കുന്നു, ആ വെബ്സൈറ്റിൽ ലോഗോ ഉണ്ടാവും. ആ ലോഗോയിൽ എന്തൊക്കെയാ ഉള്ളത്, ആക്ച്വലി ആരാണ് അതിന്റെ എന്താ പറയാ പുതിയതായിട്ട് എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നിട്ടുണ്ടോ, അതിലെന്താണ് മാറ്റം ഉള്ളത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നടക്കാം, ആ ഗവൺമെന്റ് വെബ്സൈറ്റ് നടക്കാം. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഈ മൊത്തം കാര്യം എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് ഇ ഗവർണൻസ്. ഇ ഗവർണൻസിൽ 10 മാർക്കാണ് ഉള്ളത്. അവിടെ നോക്കിക്കേ, ആക്ച്വലി ചെറിയൊരു സിലബസ് അല്ലേ, അതെ, 10 മാർക്ക് ഉണ്ട്. എന്ത് മനസ്സിലായി? എല്ലാം പഠിക്കണം, വേറെ വഴിയില്ല. ഓക്കെ, അപ്പോ നീ എല്ലാം എന്ത് ചെയ്യണം, ആക്ച്വലി പഠിക്കണം. സോഴ്സ് എവിടെ നിന്നാണ്? NCERT. ഇതുമായി ബന്ധപ്പെട്ട സ്കീംസ് ഉണ്ടാവും, ഈ ഗവർണൻസ് സ്കീംസ് ഉണ്ടാവും. ആ സ്കീമിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, ആ ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാണ് ഈ ഗവർണൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ടൈം ടേബിളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, അപ്പൊ പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ടൈം ടേബിൾ. നമ്മൾ വീക്കിനെ 3, 3, 1 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആകെ 7 ദിവസമാണുള്ളത് വീക്കിലുള്ളത്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ പേപ്പർ 1 എന്നുള്ള ടോപ്പിക് പഠിക്കും. സെക്കൻഡ് ഡേയിൽ പേപ്പർ 2 എന്നുള്ള ടോപ്പിക് പഠിക്കും. തേർഡ് ഡേയിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കുന്നതിനോടൊപ്പം, ഓക്കെ, ടോപ്പിക്സ് ആണ് തരിക. ആ ടോപ്പിക്സ് പഠിക്കുന്നതിനോടൊപ്പം ഈ 2 ദിവസം നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, റിവിഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫോർത്ത് ഡേയിൽ നിങ്ങൾ വീണ്ടും പേപ്പർ 1 പഠിക്കുന്നു. ഫിഫ്ത്ത് ഡേയിൽ വീണ്ടും നിങ്ങൾ പേപ്പർ 2 പഠിക്കുന്നു. സിക്സ്ത് ഡേയിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആക്ച്വലി റിവൈസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊരു മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കൂ. ഓക്കെ, മൺഡേ നിങ്ങൾ പേപ്പർ 1 നോക്കി. പേപ്പർ 1 ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് മാത്രം. ഓക്കെ, പേപ്പർ 1 ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാൻ നിൽക്കേണ്ട നമ്മൾ സമയമില്ല. ഓക്കെ, പേപ്പർ 1 നമ്മൾ ടൈം ടേബിൾ തന്നിട്ടുള്ള ടോപ്പിക്സ് മാത്രം നോക്കുന്നുള്ളൂ. ഓക്കെ, അത് പേപ്പർ 1 നോക്കി. സെക്കൻഡ് ഡേയിൽ പേപ്പർ 2 നോക്കി. തേർഡ് ഡേയിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നിരിക്കുന്ന ടോപ്പിക്സ് മാത്രം നോക്കുള്ളൂ കേട്ടോ. ഓക്കെ, അതിന്റെ കൂടെ മൺഡേയും ട്യൂസ്ഡേയും ചെയ്ത കാര്യം വെനസ്ഡേ എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. എന്നിട്ട് തേഴ്സ്ഡേയിലേക്ക് വന്നു. തേഴ്സ്ഡേയിൽ നമ്മൾ പേപ്പർ 1 എന്ത് ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് അത് എന്ത് ചെയ്തു, നോക്കി. ഫിഫ്ത്ത് ഡേയിൽ പേപ്പർ 2 എന്ത് ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് അത് നോക്കി. ഓക്കെ, സിക്സ് ഡേയിൽ വീണ്ടും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ എന്ത് ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് എന്ത് ചെയ്തു, നോക്കി. അതിനുശേഷം നമ്മൾ 7th ഡേ അതായത് സൺഡേയിലേക്ക് പോവാണ്. സൺഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ റിവിഷൻ ആണ്. ഓക്കെ, മക്കളെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കണ്ടിന്യൂസ് റിവിഷൻ നടക്കണം. അതിനാണ് ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത പ്രശ്നം, സാർ കറണ്ട് അഫെയർ എപ്പോൾ പഠിക്കും? ഓക്കെ,
നമ്മുടെ KPSM മെത്തേഡ് പ്രകാരം നമ്മൾ സിലബസ് ഉള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ പഠിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് ടോപ്പിക് ആണോ തന്നിരിക്കുന്നത് അതൊന്ന് ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ഉണ്ടാവും, ടൈം ടേബിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. ആ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് പോവുക. അല്ലാതെ എല്ലാ ന്യൂസ് പേപ്പറും PSCയുടെ എല്ലാ എന്താണ് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിനും കറണ്ട് അഫയറിന്റെ മൊത്തം എന്താണ് ബുക്കൊന്നും വായിച്ചു നമുക്ക് സമയമില്ല. ഓക്കെ, നമ്മൾ സ്മാർട്ട് ആയിട്ടാണ് പഠിക്കുന്നത്. കുറച്ച് പഠിക്കും, നമ്മൾ എന്താവും 160 മാർക്ക് നേടും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ എന്താ പറയാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞ ചാനൽ എന്ത് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വീക്കിലി ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഉണ്ട് ചാനൽ കിരൺ സ്റ്റഡി സർക്കിൾ 123 ആൻഡ് താങ്ക് യു. ഇപ്പൊ നമ്മുടെ പേപ്പർ 2 അനാലിസിസ് എന്ത് ചെയ്തു, കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈം ടേബിൾ ആയിരിക്കും. ഓക്കെ, ആ ടൈം ടേബിൾ അനുസരിച്ച് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. സർ എത്ര മാസം ടൈം ടേബിൾ? ഒരു 2 മന്ത് ടൈം ടേബിൾ ആണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ കൂടെ വരിക. നമ്മുടെ മിഷൻ 160 നമ്മൾ എന്ത് ഉണ്ടാവും, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇതേപോലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.